2 ചെറുപ്പക്കാരന്മാര് മരണപ്പെട്ടു പോയത് എങ്ങനെയെന്നറിയോ? ആ 4 പേരിൽ 2 പേര് എന്റെ ആത്മമിത്രങ്ങളാണ്. എന്റെ അനുജന്റെ കല്യാണമായിരുന്നു ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച. സഹോദരങ്ങളെ, ആ കല്യാണത്തിന് ഞാൻ പോയി വിളിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളാ, എങ്ങനെയാ മരണപ്പെട്ടതെന്നറിയണ്ടേ? ഒരു വീട്ടിൽ പോയിട്ട് നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ടൊന്നു വന്ന് കിടന്നതാ കട്ടിലില്. ഭാര്യയോടൊപ്പമാ കിടന്നത്. ആ സഹോദരനൊരു പ്രത്യേകതയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കും പോലെ അഭിനയിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കും പോലെ അഭിനയിക്കും. കൈകെട്ടിയിട്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കും. പെണ്ണൊരുപാട് നേരം തട്ടി വിളിച്ചിട്ട് ബുദ്ധിമുട്ടുമ്പോ ഒരു ശബ്ദത്തോടുകൂടി ഇങ്ങനെ കളിയാക്കിയിട്ട് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഭാവമുണ്ടോ? സുബ്ഹാനല്ലാഹ്. അവസാനം വന്ന് കിടന്ന വേളയുണ്ടല്ലോ, അങ്ങനെ അതേപോലെ കൈകെട്ടി അങ്ങ് കിടക്കുകയാ. അതുപോലെ കൈകെട്ടി അങ്ങ് കിടക്കയാ. ചെറുപ്പക്കാരനാ, നല്ല 1-ാം തരം ചെറുപ്പക്കാരനാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഗൗരവത്തോടെ കേൾക്കണേ എന്റെ പെങ്ങളെ. ഭാര്യ എഴുന്നേറ്റ് കൈതട്ടി മാറ്റിയിട്ട്, എന്തിനാ മനുഷ്യ നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കൈയും അഴിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന് ചൂടുവെള്ളവുമായിട്ട് വന്നപ്പോ വീണ്ടും അതുപോലെ കൈകെട്ടി ഇങ്ങനെ കിടക്കുകയാ. തട്ടിയിട്ട് അനങ്ങുന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശൗക്കത്ത് എന്ന ചെറുപ്പക്കാരന്റെ പേര് ഇന്ന് ഖബറിലാ. പ്രിയപ്പെട്ട വാപ്പാ, മുടി നരച്ചിട്ടില്ല, തൊലി ചുളുങ്ങിയിട്ടില്ല, നല്ലവണ്ണം ആരോഗ്യത്തോടെ ബുള്ളറ്റിൽ പോകുന്ന, പനി വന്നിട്ടില്ല, ജലദോഷം വന്നിട്ടില്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, ഒരു അറ്റാക്ക് പോലും വന്നിട്ടില്ല. ആരോഗ്യ ദൃഢഗാത്തനായ സ്വന്തം ഭാര്യ, രോഗിയായ ഭാര്യയെ പരിചരിച്ചു കൊണ്ടു കിടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് 6 മണ്ണിന്റെ ഉള്ളിലാണെങ്കിലോ പെരുമാതയിലെ താടി നരയ്ക്കാത്ത കറുത്ത മുടിയുള്ള പൊന്നുമോനെ, നിനക്ക് പറയാൻ പറ്റുമോ എനിക്കും ഇനി ആയുസുണ്ട് ഉസ്താദ്? നാളെയും കടപ്പുറത്ത് ഞാൻ മീൻ പിടിക്കാൻ പോകും, എന്റെ കുടുംബത്തെ നോക്കും, ഞാൻ മരിക്കൂല. എത്ര ധൈര്യത്തോടെയാ ജീവിക്കുന്നത്, എത്ര അന്തസ്സോടെയാ നീ പാപം ചെയ്യുന്നത്, എത്ര അന്തസ്സോടെയാ നീ തോന്നിവാസത്തോടുകൂടി ജീവിക്കുക.